ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 എന്തിനാ എന്നോട് നന്ദി പറയുന്നേ? ആ ഫോണിന്ന് മേരി തോമസിന് കൊടുക്കാവോ? കൊടുക്കാം. സന്തോഷായല്ലോ അല്ലേ? ആ ചന്ദ്രമതി. ഹലോ മിനിസ്റ്റർ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങള് തമ്മില് വിശദമായിട്ട് സംസാരിച്ചു. പ്രഭ നല്ല വിഷമത്തിലാ മിനിസ്റ്റർ. ആ, ഇതിനൊക്കെ കാരണക്കാരി ഞാനാണല്ലോ. എങ്ങനെയും കേസ് ജയിപ്പിച്ചേ പറ്റൂ. സിദ്ധാർത്ഥൻ സാറ് പുറത്തിറങ്ങണം ചന്ദ്രമതി. അതെ, അത് തന്നെയാ എന്റെ ആഗ്രഹം. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും. പ്രഭ ജയിക്കും. ഇതാണ് തനുജ. ചന്ദ്രമതി എവിടെ? മാഡം ഇവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, വാർത്തകളിലൊക്കെ വന്നതല്ലേ? CP, ലോകത്ത് എവിടെയാണെങ്കിലും ചന്ദ്രമതിയെ കണ്ടെത്തുക തന്നെ വേണം. ത്യാഗരാജനിൽ എനിക്കെന്തോ അത്ര വിശ്വാസം പോരാ. ചന്ദ്രമതിയെ കണ്ടുപിടിക്കുന്ന കാര്യം CP തന്നെ ഏൽക്കണം. മാഡം ധൈര്യമായിട്ടിരിക്കെ. ചന്ദ്രമതിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എയർപോർട്ടുകളിലെ നമ്മുടെ കണക്ഷൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ചന്ദ്രമതിയെ CP ഫോളോ ചെയ്യുന്ന കാര്യം തൽക്കാലം ത്യാഗരാജൻ അറിയണ്ട. ഞാനും പറയുന്നില്ല. അയാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു നോക്കട്ടെ. ത്യാഗരാജനും അന്വേഷിക്കട്ടെ മാഡം. മാഡം, ബൽരാമൻ വധക്കേസിൽ ത്യാഗരാജന്റെ പിറകിൽ മാഡം ആണെന്നുള്ളതിന് ദേവിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഏയ്, ഇതില് മാത്രല്ല, എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലും ഇതുവരെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം, എന്നാലും മാഡം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങണം. എന്താ ഇത്? CP എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? അയ്യോ, അങ്ങനെയല്ല. ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം അല്ല ഇപ്പോ. വളർത്താനാണോ കൊല്ലാനാണോ എന്നറിയാതെ ഒരു പെൺകുട്ടി, അതായത് എനിക്കങ്ങോട്ട് വരാമോ? വാ, വന്നോളൂ. ദേ, ഈ ഫയലിൽ മാഡത്തിന്റെ സൈൻ ഒന്നും കാണുന്നില്ല. ചാരിറ്റിക്ക് പോകേണ്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലും ഒപ്പിട്ടിട്ടൊന്നുമില്ല. നോക്കട്ടെ. ശരിയാണല്ലോ. എന്താ CP ഇത്? ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതല്ലേ? ഞാൻ ചെക്ക് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാം മാഡം. ഇത് തൽക്കാലം സിസ്റ്റത്തിൽ എൻട്രി ചെയ്യണ്ട. ഫയല് തിരിച്ചു വന്നിട്ട് മതി. ശരി മാഡം. ദേവിക, ഇവിടെ ഓഫീസ് അന്തരീക്ഷമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാ മാഡം. ഈ കുട്ടി എങ്ങനെയുണ്ട് മാഡം? ബ്രില്യന്റ്. നല്ല ടാലന്റ് ഉണ്ടെന്ന് ഉറപ്പുള്ളോണ്ടല്ലേ ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ദേവിയെ കേട്ടല്ലോ, ഇന്നേ വരെ മാഡം ഒരു സ്റ്റാഫിനും ഈ വീട്ടിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല. മനസ്സിലായി സർ. നല്ല അച്ചടക്കത്തോടെ നിന്നാൽ തനിക്കും തന്റെ കുടുംബത്തിനും സമ്പൽ സമർത്ഥമായ ഒരു ഭാവി ഉണ്ടാവും. CP, എന്താ ഇത്?
ദേവിക നല്ല കുട്ടിയാ, എല്ലാം നല്ല രീതി ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.